ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മിനിങ്ങളെ, അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വലിയ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് തമ്പലയിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് തമ്പലയിൽ കാണുന്നത് പോലെ ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ അതിന് കമൻ്റ് ഇട്ടത്, ഉസ്താദേ ഇതേ അവസ്ഥയാണ് എനിക്ക്, ഇതേ പ്രയാസത്തിലാണ് ഞാൻ കഴിയുന്നത്, ഇതേ സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇങ്ങനെയാണ് ഒരുവിധം ആളുകൾ മുഴുവൻ കമൻ്റ് ഇട്ടത്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതി ഇതിനൊരു പ്രതിവിധിയായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട് ഇതുപോലെ പെട്ട് കിടക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മുതലെന്ന് പറയുമ്പോൾ അത് പണം തന്നെ ആവണമെന്നില്ലല്ലോ. ഗോൾഡ് ആവാം, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാവാം, അതല്ലെങ്കിൽ നമ്മുടെ വാഹനം ആകാം, എന്തുമാകാം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തുമാകാം. നമ്മളെ മുതൽ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിട്ട വീഡിയോ, പടച്ചവനെ അതിന് വന്ന കമൻറ്റുകൾ, എത്ര ആളുകളാണ് സങ്കടം പറയുന്നത് അറിയോ? എൻ്റെ പൊന്നുസ്താദേ ഞങ്ങളെ ഗോൾഡ്, പൊന്നാരുസ്താദേ ഞങ്ങളെ സ്വർണം, പണം എത്ര 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 ലാഘവത്തോടു കൂടി നമ്മളെ കയ്യിൽ നിന്നും മേടിച്ചു കൊണ്ടുപോയതാ. കടം മേടിച്ച പണം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വായ്പക്ക് മേടിച്ച ആ ഒരു സ്വർണം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്ര ആളുകളാണെന്നറിയോ പ്രയാസപ്പെടുന്നത്? ഒന്നോ രണ്ടൊന്നല്ല. നമ്മൾ കമൻ്റ് ഇട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് കമൻ്റ് ഇട്ട് പറഞ്ഞ വിഷയമാണ്, പൊന്നുസ്താദേ ഇത് ഞങ്ങളൊരു അനുഭവമാണ്, ഞങ്ങളിതിൽ പെട്ടുപോയതാണ്, അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം, എന്തെങ്കിലും ഒരു വഴി പടച്ച റബ്ബ് കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു, എന്താണ് സ്വർണ്ണമാണെങ്കിൽ സ്വർണം, പണമാണെങ്കിൽ പണം, അതെല്ലാം തിരിച്ച് നമുക്ക് തന്നെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിട്ട് ഫലം കിട്ടാത്ത ഒരു അമലാണ് മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ആവശ്യപ്പെട്ട മുതൽ തിരിച്ച് മേടിക്കുക എന്ന് പറഞ്ഞാൽ. കുറേ ആളുകൾ വന്ന് പറയുന്നത്, ഉസ്താദേ അതിനു വേണ്ടി കുറേ ചെയ്തു നോക്കി, പക്ഷേ എന്താകണില്ല, അതിങ്ങോട്ട് തിരിച്ച് കിട്ടണില്ല എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്കൊരു അമൽ പറയാൻ പോവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ, പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മുതൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് എത്തും. അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ അമലിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അമൽ നമ്മളെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, കടം കൊടുത്ത പണം, ഗോൾഡൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അമലാണ്. അപ്പോൾ നമുക്കിത് തുടങ്ങേണ്ട ദിവസം സാധാരണയായിട്ട് നല്ല നല്ല അമലുകൾ ചെയ്തു തുടങ്ങുന്നത് വെള്ളിയാഴ്ച സുബഹിക്ക്, വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെയാണ്. അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ആ ദിവസം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. അള്ളാഹു ഇത് ചെയ്യാനും ഇതുകൊണ്ട് ആ ഒരു, നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണോ ആ പണം തിരിച്ചു കിട്ടാനുള്ളത് അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിവിടെ ചെയ്യാനുള്ളത് ഒരു റുബാഴി കളം നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം ചെയ്യുന്ന ആളുകൾ ഇരിക്കുക. ഞാനിതിൻ്റെ നല്ല വശങ്ങൾ പറയുന്നു എന്നുള്ളൂ. വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വെള്ളിയാഴ്ച മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നല്ലത് വെള്ളിയാഴ്ചയാണ് തുടങ്ങൽ നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഇത് തുടങ്ങുന്നു. വെള്ള പേപ്പറിൽ കറുപ്പ് മഷി പെന്ന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കളം വരക്കാം. അപ്പോൾ ഇതൊരു തുറാബിയായ കളമാണ്. തുറാബി എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലേ? തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണല്ലോ. കളങ്ങൾ പല വിധത്തിലുമുണ്ട്. നമ്മളിടുന്ന കളങ്ങൾ വെള്ളത്തിലൊഴുക്കാനുള്ളത് ഉണ്ടാവാറുണ്ട്, കത്തിച്ച് കളയാനുള്ളത് ഉണ്ടാവാറുണ്ട്, കാറ്റ് തട്ടുന്ന സ്ഥലത്ത് വെക്കാനുള്ളത് ഉണ്ടാവാറുണ്ട്, കുപ്പിയിൽ അടച്ച് വെക്കുന്നത്, ഇങ്ങനെ പല രീതിയിലും കയ്യിൽ വെക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അമൽ നമുക്ക് ചെയ്യാനുള്ളത്
മണ്ണിൽ, വൃത്തിയുള്ള മണ്ണിൽ കുഴിച്ചിടാനാണ് ഈ അമൽ നമ്മൾ ചെയ്യുന്നത്. ആ വെള്ള പേപ്പറിൽ ഒരു 4 കള്ളി വരയ്ക്കുക. വരച്ചതിന് ശേഷം ഈ കാണുന്ന കളം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ അങ്ങ് എഴുതുക. എല്ലാ അക്കങ്ങളും തെറ്റാതെ നല്ല വൃത്തിയിൽ ഇതുപോലെ അങ്ങ് എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആരാണോ നിങ്ങൾക്ക് പണം, ഗോൾഡ് എന്താണോ തിരിച്ച് കിട്ടാനുള്ളത് അത് തരാനുള്ളത് അവരെ മനസ്സിൽ കരുതുക. അവരെ മനസ്സിൽ കരുതിയിട്ട് ഈ കളം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ ഹുസ്നയിലെ യാ ഖാലിഖു യാ അള്ളാഹ് എന്നുള്ള ഇസ്മിൻ്റെ കളമാണ്. മനസ്സിലായോ? സൃഷ്ടാവ് അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന് പറയുന്ന നാമത്തിൻ്റെ കളമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, യാ ഖാലിഖു യാ അള്ളാഹ് എന്ന് ഇത് കയ്യിൽ പിടിച്ച്, ഈ കളം വരച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം ഇയാളെ മനസ്സിൽ കരുതിയിട്ട് ആദ്യമായിട്ട് 4000 പ്രാവശ്യം യാ ഖാലിഖു യാ അള്ളാ, യാ ഖാലിഖു യാ അള്ളാ എന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ പേപ്പറിൽ ഊതുക. ഓരോ 100 തവണ ചൊല്ലിക്കഴിയുമ്പോഴും നിങ്ങൾ ഈ പേപ്പറിൽ ഊതുക. ഇയാളെ മനസ്സിൽ കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റബ്ബേ ഇത് തിരിച്ചു തരാനുള്ള ഒരു മൈൻഡ്, ഒരു മനസ്സ് നീ അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു കൊടുക്കണമേ. അദ്ദേഹം സാമ്പത്തികമായി പ്രയാസങ്ങളിൽ കഴിയുന്നവരാണെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് ആ പ്രയാസം തീർത്ത് കൊടുത്ത് ഞങ്ങൾക്ക് തരാനുള്ള മുതൽ ഞങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരണം പടച്ചോനേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കള്ളി വരച്ച് ഇതിലേക്ക് എന്ത് ചെയ്യുക, 4000 പ്രാവശ്യം യാ ഖാലിഖു യാ അള്ളാഹ് എന്ന് മന്ത്രിച്ച് ഊതുക. 100 തവണ ഓതി കഴിയുമ്പോഴും ഇതിൽ ഊതുക. ശേഷം 4000 തവണ മന്ത്രിച്ച് ഊതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേപ്പർ മടക്കിയിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത്, നജസില്ലാത്ത നല്ല വൃത്തിയുള്ള സ്ഥലം. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റിൽ ഉസ്താദേ മണ്ണല്ലേ എന്തായാലും നജസ് ഉണ്ടാവില്ലേ, അവിടെ ചിലപ്പോൾ പട്ടി നായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവില്ലേ എന്നൊക്കെ പല ആളുകളും കമൻ്റ് ഇടും. മുഅ്മിനീങ്ങളെ, വൃത്തിയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾക്കറിയാം വൃത്തിയുള്ള ഒരു സ്ഥലം. നമ്മളെ കണ്ണുകൊണ്ട് ഇപ്പോൾ അവിടെ നായ്ക്കളും പൂച്ചയൊന്നും വരില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥലം, നല്ലൊരു വൃത്തിയുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ മണ്ണ് മാന്തിയിട്ട് ആ മണ്ണിനടിയിൽ കുഴിച്ചിടുക. കുഴിച്ചിടുന്ന സമയം നിങ്ങൾ പറയുക, പടച്ചവനെ ഇത് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതോടുകൂടി ആ ആളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടോ ആ ഒരു ചീത്ത വിചാരങ്ങൾ, ചിലപ്പോൾ ചില ആൾക്കാർ കരുതും ഓനക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓൻ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ നെവർ മൈൻഡ് ചെയ്താൽ കളയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ മേഖലയിൽ. ഓൾക്ക് ഇനിയിപ്പോൾ സ്വർണ്ണം എടുത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഓൾ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കില്ല, ഓളൊരു പാവാണ്, അതുകൊണ്ട് പിന്നെ ഓളെ അല്ലാതെ മൈൻഡ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. നമുക്കറിയാം, നമുക്കത് അറിയാവുന്നതാണ്. നമ്മളിവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പറയണതല്ലേ. പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പല ആളുകളും ഇത് തരാതിരിക്കുന്നവരുണ്ട്. പ്രതികരിക്കൂല, ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കൂല, മാനം കളയൂല എന്ന് ഉറപ്പുള്ള ആളുകൾ ചിലപ്പോൾ എന്താവും, അടങ്ങി ഒതുങ്ങിയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സൊക്കെ ഒന്ന് മാറ്റി തരാനും എത്രയും പെട്ടെന്ന് ഈ സ്വർണം, പണം തിരിച്ചു കിട്ടാനും, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിയ്യത്ത് വെച്ചതിന് ശേഷം ഇത് കുഴിച്ചിടുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുടങ്ങാതെ ദിവസവും 731 തവണ, എത്രയാണ്, 731 തവണ യാ ഖാലിഖു യാ അള്ളാഹ്, യാ ഖാലിഖു യാ അള്ളാഹ്, യാ ഖാലിഖു യാ അള്ളാഹ് എന്ന് മുടങ്ങാതെ ചൊല്ലുക. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദുആയും അതുപോലെ തന്നെ നിങ്ങൾ ഈ ചൊല്ലുന്ന അസ്മാഹുൽ ഹുസ്നയിൽ ഈ പ്രധാനപ്പെട്ട പടച്ച റബ്ബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ഖാലിഖ് എന്ന് പറയുന്നത്. ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന അമലിൻ്റെ ബറക്കത്ത് കൊണ്ടും ഒക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് തരാനുള്ള ആ പണം, എന്താണോ നഷ്ടപ്പെട്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ച് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് കുറച്ചൊരു 41 ദിവസമൊക്കെ ആ മണ്ണിനടിയിൽ ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ കളയാം, കിട്ടിയാൽ കളയാം. അത് ടെൻഷൻ ആവണ്ട, ഇനി അത് പോയോന്ന് എഴുതിയിട്ട് ടെൻഷൻ ആവണ്ട. നമ്മൾ അതിൽ എന്ത് ചെയ്തിട്ടില്ല, ഖുർആൻ്റെ ആയത്തുകളൊന്നും അതിൽ നമ്മൾ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ടെൻഷൻ ആവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നഷ്ടപ്പെട്ടു പോയ മുതൽ തിരിച്ചു കിട്ടാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അമൽ.
ഇൻഷാ അല്ലാ ഇത് ചെയ്യാനും ഇതുമൂലം ആ അമൽ ചെയ്തത് മൂലം ആ പണം തിരിച്ചു കിട്ടാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു ഇൻഷാ അല്ലാ. അപ്പം എങ്ങനെ നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇനി ഈ അമൽ ഞങ്ങൾ ഉസ്താദ് തന്നെ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടുന്ന് അത് തകട്ടിൽ എഴുതി തരും. ഓക്കെ, നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ബുധനും വ്യാഴം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.